friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. അപ്പോൾ നമ്മുടെ LPSA സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള എക്സാം കഴിഞ്ഞ മാസം കഴിഞ്ഞിരുന്നു. അപ്പോൾ അതൊരു ഓൺലൈൻ എക്സാം ആയിരുന്നു. അതിന്റെ ആൻസർ കീയും ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ നമ്മളിപ്പം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അതൊരു സീരീസ് ആയിട്ട് ഒരു വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും, അതായത് ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ അക്കോർഡിംഗ് എക്സാം എഴുതുന്ന കുട്ടികൾക്കും ഈ മാസം നടക്കാൻ പോകുന്ന നമ്മളുടെ NCA കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള എക്സാം എഴുതുന്ന കുട്ടികൾക്കായിട്ടും ഒക്കെ നമ്മളൊരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ആ സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇംഗ്ലീഷ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. പാസേജ് ആണ് വന്നിരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് പാസേജിന്റെ റൂൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്? പാസേജ് ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക. നിങ്ങൾക്ക് ഇപ്പം ഓൺലൈൻ ആണെങ്കിൽ പറ്റില്ല, ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പാസേജിലോട്ട് മാത്രം പോവുക. അപ്പം നമ്മുടെ പാസേജ് ഇതാണ്. ഞാനപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. നോക്കിക്കേ. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് ഹാവിംഗ് ബീൻ ഡെസേർട്ടഡ് ഓർ ലെഫ്റ്റ്. ഉപേക്ഷിക്കപ്പെട്ടു എന്നർത്ഥം വരുന്ന വാക്ക് പാസേജിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് വന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഇട്ടാൽ മതി, ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഇസ് മോർ വാല്യുബിൾ ആസ് പെർ ദ പാസേജ്. തന്നിരിക്കുന്ന കാര്യങ്ങളിൽ ഏതാണ് മോർ വാല്യുബിൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദ പാൽട്രി സം വിച്ച് ഇസ് സെന്റ് ബൈ ദി യൂത്ത്, വെൽത്തി ചിൽഡ്രൻ, ദ ഡിസാർമിംഗ് സ്മൈൽ ഓൺ ദി ഫേസസ് ഓഫ് ഓൾഡ് പീപ്പിൾ വെൻ ദേ ആർ പ്രോപ്പർലി കെയർഡ്, ഓർ ദ ഓക്വേർഡ്നെസ് ഓഫ് ലൈഫ് ഇൻ ഓൾഡ് ഏജ് ഹോംസ്. അതുപോലെ ഹൗ ക്യാൻ വി റെഡ്യൂസ് ദി നമ്പർ ഓഫ് ഓൾഡ് ഏജ് ഹോം. ഓൾഡ് ഏജ് ഹോമിന്റെ നമ്പർ എങ്ങനെ കുറയ്ക്കാം എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ്, 3 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ പാസേജിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് പാസേജ് വായിച്ചു നോക്കാം. നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ നമ്മുടെ മൈൻഡിലുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പാസേജ് വായിച്ചു നോക്കാം. ഓക്കെ. ദി ഓക്വേർഡ്നെസ് ഓഫ് ലൈഫ് ഇൻ ഓൾഡ് ഏജ് ഹോംസ് ഹാസ് ബീൻ പോയിന്റഡ് ഔട്ട് ബൈ മെനി. The tedium old people face there is mainly out of importunate curiosity of visitors who come there. Many of the old people are maladjusted because of the long and solitary lives they have to lead there. Apparently, there are no genuine cases of abandoned parents because of the financial conditions of the family. Most of them are giving up their wealthy children. We have to go on enlightening our youths against the tendency to fly away from their parents. The paltry sum they send is nothing if they really know the value of disarming smiles that bloom on the faces of their parents when they are properly cared for in their ഓൾഡ് ഏജ്. അപ്പോൾ ഓൾഡ് ഏജിനെ കുറിച്ച്, ഓൾഡ് പീപ്പിളിനെ കുറിച്ച്, ഓൾഡ് ഏജ് ഹോംസിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു പാസേജിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം. നോക്കിക്കേ. ഫൈൻഡ് ഔട്ട് ദി വേർഡ് ഫ്രം ദി പാസേജ് വിച്ച് മീൻസ് ഹാവിംഗ് ബീൻ ഡെസേർട്ടഡ്. നോക്കിക്കേ. ഹാവിംഗ് ബീൻ ഡെസേർട്ടഡ് ഓർ ലെഫ്റ്റ്, ഉപേക്ഷിക്കപ്പെടുക. നോക്കിക്കേ. ഡിസാമിംഗ് ഉണ്ട്, അബാൻഡൻഡ് ഉണ്ട്, ഇമ്പോർച്ചുനേറ്റ് ഉണ്ട്, സോളിറ്ററി ഉണ്ട്. ഏതാണ് വാക്ക് വരുന്നത്? ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം എന്താ പറഞ്ഞിരിക്കുന്നത്. മെനി ഓഫ് ദി പീപ്പിൾ. ഒന്നും കൂടി നോക്കുവാണെന്നുണ്ടെങ്കിൽ apparently there are no genuine cases of abandoned parents. എന്താണ് abandoned parents എന്ന് പറഞ്ഞാൽ? ഉപേക്ഷിക്കപ്പെട്ട പാരൻസ് അല്ലെ. അപ്പം there are no genuine cases of abandoned parents. കണ്ടോ, ഉപേക്ഷിക്കപ്പെട്ട. അപ്പം ഇനി നമുക്ക് നോക്കാം എന്താ വരിക അവിടെ. ഡിസാമിംഗ് ആണോ, അബാൻഡൻഡ് ആണോ, ഇമ്പോർച്ചുനേറ്റ് ആണോ, സോളിറ്ററി ആണോ? എന്താ വരിക? ഓപ്ഷൻ ബി, അബാൻഡൻഡ് ആണ് ആൻസർ അല്ലെ. അതായത് ഡെസേർട്ടഡ് ഓർ ലെഫ്റ്റ്, ഉപേക്ഷിക്കപ്പെട്ടു എന്ന അർത്ഥത്തിൽ വരുന്നത് ഓപ്ഷൻ ബി, അബാൻഡൻഡ് ആണ് അല്ലെ. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ആസ് പെർ ദ പാസേജ് വിച്ച് ഇസ് മോർ വാല്യുബിൾ. ഏതാണ് വാല്യുബിൾ? ദ പാൽട്രി സം വിച്ച് ഇസ് സെന്റ് ബൈ ദി യൂത്ത്. ചെറിയൊരു തുക അച്ഛനും അമ്മയ്ക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണോ വാല്യുബിൾ? അതോ വെൽത്തി ചിൽഡ്രൻ ആണോ വാല്യുബിൾ? അതോ ഡിസാമിംഗ് സ്മൈൽ ഓൺ ദി ഫേസസ് ഓഫ് ഓൾഡ് പീപ്പിൾ വെൻ ദേ ആർ പ്രോപ്പർലി കെയർഡ് ആണോ? അത് ഓക്വേർഡ്നെസ് ഓഫ് ലൈഫ് ഇൻ ഓൾഡ് ഏജ് ഹോംസ് ആണോ? വളരെ ക്ലിയർ ആണ്. പാസേജ് വായിക്കാത്തവർ പോലും ഇതിൻ്റെ ആൻസർ കൃത്യമായിട്ട് പറയും. എന്താണ്? ദ ഡിസ്ആർമിംഗ് സ്മൈൽ ഓൺ ദി ഫേസസ് ഓഫ് ഓൾഡ് പീപ്പിൾ വെൻ ദേ ആർ പ്രോപ്പർലി കെയർഡ്. അവരെ കൃത്യമായിട്ട് സംരക്ഷിക്കുമ്പോൾ അവരുടെ മുഖത്തുള്ള നല്ല ചിരി, അതാണ് എന്ത് ഏറ്റവും വാല്യുബിൾ ആയിട്ട് വരുന്നത് അല്ലേ. അത് പാസേജ് വായിച്ചില്ലെങ്കിൽ നമുക്ക് ആൻസർ പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ ക്യാൻ വി റെഡ്യൂസ് ദി നമ്പർ ഓഫ് ഓൾഡ് ഏജ് ഹോംസ് അല്ലെ. എങ്ങനെ ഓൾഡ് ഏജ് ഹോംസിന്റെ എണ്ണം കുറയ്ക്കാം? ബൈ എൻലൈറ്റനിങ് അവർ ഗ്രോത്ത്. യൂത്ത് ആയിരുന്നു അല്ലെ, പാസേജിൽ യൂത്ത് ആണ്. എഗെയിൻസ്റ്റ് ദെയർ ടെൻഡൻസി ടു ഗിവ് അപ്പ് ദെയർ പാരൻസ് ആണോ? ബൈ ഗിവിംഗ് കോൺട്രിബ്യൂഷൻ ടു ഓൾഡ് ഏജ് ഹോംസ് ആണോ? ബൈ വിസിറ്റിംഗ് ദി ഓൾഡ് ഏജ് ഹോംസ് റെഗുലർലി ആണോ? ബൈ പ്രൊവൈഡിങ് മോർ ഫെസിലിറ്റീസ് ഇൻ ഓൾഡ് ഏജ് ഹോംസ് ആണോ? എന്ത് ചെയ്താൽ നമുക്ക് ഓൾഡ് ഏജ് ഹോംസിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും?
ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. എന്താണ്? ബൈ എൻലൈറ്റനിങ് ആർ ഗ്രോത്ത് അല്ല, യൂത്ത് ആണ് കേട്ടോ. എൻലൈറ്റനിങ് ആർ യൂത്ത് അഗെയിൻസ്റ്റ് ദെയർ ടെൻഡൻസി ടു ഗീവ് അപ്പ് ദെയർ പാരൻസ്. പാരൻസിനെ ഉപേക്ഷിക്കാനുള്ള അവരുടെ ടെൻഡൻസിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അവർക്കൊരു അവയർനെസ്, അവർക്ക് തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾഡ് ഏജ് ഹോംസിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ 3 മാർക്കാണ് പാസേജിന്. അപ്പൊ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കുക, നമുക്ക് 10 മാർക്കേ ഇംഗ്ലീഷിലുള്ളൂ. പാസേജ് വന്നാൽ ലാഭമാണ് അല്ലെ. 3 മാർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ആ 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു കാരണവശാലും നിങ്ങൾ ആ 3 മാർക്ക് സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നടന്ന NCAക്കും നമുക്ക് കൃത്യമായിട്ട് എന്ത് ചോദിച്ചിരുന്നു? പാസേജിൽ നിന്ന് ചോദിച്ചിരുന്നു. വലിയ ടഫ് ആയിട്ടുള്ള പാസേജ് ഒന്നും അല്ല അല്ലെ. സോ അത് തീർച്ചയായിട്ടും നല്ല പ്രാക്ടീസ് എടുത്ത് തന്നെ എക്സാമിന് നിങ്ങൾ പോകുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വന്നിരിക്കുന്ന എന്താ നമുക്ക് നോക്കാം. വൺ ഹു നോസ് എവറിഥിങ്, എല്ലാം അറിയുന്ന ആള്. അതിന്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഒറ്റ വാക്ക് അല്ലെ, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്റ്റിമിസ്റ്റ് ഉണ്ട്, ഒംനിവോറസ് ഉണ്ട്, ഒംനിപൊട്ടന്റ് ഉണ്ട്, ഒംനിസെന്റ് ഉണ്ട് അല്ലെ. എല്ലാം അറിയുന്ന ആള്, വൺ ഹു നോസ് എവറിഥിങ്. എന്താണ് ആൻസർ? എന്താണ് ആൻസർ? യെസ്, ഒംനിസെന്റ്, എല്ലാം അറിയുന്ന ആള് അല്ലെ. അപ്പൊ നോക്കിക്കേ, ഓപ്റ്റിമിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓപ്റ്റിമിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം ശുഭാപ്തി വിശ്വാസമുള്ള ആള്, എന്തിനേയും ശുഭപ്രതീക്ഷയോടുകൂടി കാണുന്ന ആളാണ് ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്. ഒപ്റ്റിമിസ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പെസിമിസ്റ്റ് ആണ്. പെസിമിസ്റ്റ് അല്ലെ, പെസിമിസ്റ്റ്. അപ്പോൾ ഒപ്റ്റിമിസ്റ്റ്, പെസിമിസ്റ്റ്. അതുപോലെ ഒംനിവോറസ്. ഒംനിവോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെർബിവോറസ് അറിയാം, കാർണിവോറസ് അറിയാം, ഒംനിവോറസ് അറിയാം. ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത്, ഭക്ഷണത്തിനായി പ്ലാന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഹെർബിവോറസ്. ആനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് കാർണിവോറസ്. ഇതിന് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഒംനിവോറസ് അല്ലെ. നമ്മൾ സ്കൂൾ ടെക്സ്റ്റിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒംനിപൊട്ടന്റ് അതായത് സർവശക്തൻ അല്ലെ, അതാണ് ഒംനിപൊട്ടന്റ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ വൺ ഹു നോസ് എവറിഥിങ്, ഒംനിസെന്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. The doctors have decided to dash strike. The doctors have decided to dash strike. സ്ട്രൈക്കുമായിട്ട് മുന്നോട്ട് പോകാൻ ഡോക്ടേഴ്സ് തീരുമാനിച്ചു. ഫ്രേസൽ വെർബ് ആണ് അല്ലെ. ഫ്രേസൽ വെർബ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ബേസിക് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഏതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. കോൾ ഉണ്ട്, പുട്ട് ഉണ്ട്, സെറ്റ് ഉണ്ട്, ഗിവ്, ഗോ, മേക്ക്, ബ്രേക്ക്, ക്യാരി, പിന്നെ വേറെ എന്തൊക്കെയാണ്? നമ്മളുടെ കോൾ, പുട്ട്, സെറ്റ്, ലുക്ക് ഉണ്ട്, ഗിവ് ഉണ്ട്. ഗിവ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. കോൾ, പുട്ട്, സെറ്റ്, ഗിവ്, ഗോ, മേക്ക്, ബ്രേക്ക്, ക്യാരി, ലുക്ക്. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഫ്രേസൽ വെർബ്സ് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. നോക്കിക്കേ, അതോടൊപ്പം തന്നെ മനസ്സിലാക്കുക, ചിലപ്പോൾ ബേസിക് ആയിട്ടുള്ള ഫ്രേസൽ വെർബിനെക്കാളും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. അതിലൊരെണ്ണമാണ് ഡ്രോപ്പ് ഇൻ. പല PSC എക്സാമിനും കണ്ടിട്ടുണ്ട് നമ്മൾ ഡ്രോപ്പ് ഇൻ. അതുപോലെ ടേൺ അപ്പ്. ഇങ്ങനെയുള്ള ഫ്രേസൽ വെർബ്സ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. എന്താണ് ഡ്രോപ്പ് ഇൻ എന്ന വാക്കിന്റെ അർത്ഥം? പോകുന്ന വഴിക്ക് കയറുക എന്ന് പറയില്ലേ, അതാണ് ഡ്രോപ്പ് ഇൻ. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ അറൈവ്, അതായത് വി വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം ബട്ട് ഷീ ഡിഡ്ന്റ് ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ അവൾ വന്നില്ല, അവൾ അറൈവ് ചെയ്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഫ്രേസൽ വെർബ്സും കുറെ അധികം ചോദിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കിക്കേ. ദ ഡോക്ടേഴ്സ് ഹാവ് ഡിസൈഡഡ് ടു ഡാഷ് സ്ട്രൈക്ക്. ഗോ ഓൺ ആണോ, ഗോ ബൈ ആണോ, ഗോ ഫോർ ആണോ, ഗോ അപ്പ് ആണോ? ഗോ ഓൺ മീൻസ് കണ്ടിന്യൂ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ, ഗോ ഓൺ. അപ്പൊ ക്യാരി ഓൺ എന്ന വാക്കും അതേ അർത്ഥം തന്നെയാണ്. ഗോ ഓണും ക്യാരി ഓണും എന്താണ്? കണ്ടിന്യൂ എന്ന് തന്നെയാണ് അർത്ഥം. ക്യാരി ഔട്ട് ആണ് എക്സിക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഗോ ബൈ എന്താണ്? ഗോ ബൈ അതായത് നമ്മളിപ്പോൾ പറയില്ലേ, ഇയാൾ ഇന്ന പേരിൽ അറിയപ്പെടുന്നു, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഗോ ബൈ ഉപയോഗിക്കാറുണ്ട്. ഗോ ഫോർ എന്ന് പറഞ്ഞാൽ ടു ചൂസ് ബിറ്റ്വീൻ സംതിങ് അല്ലെങ്കിൽ ടു ഡിസൈഡ് ഓൺ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുക എന്ന അർത്ഥത്തിൽ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? ഗോ ഫോർ ഉപയോഗിക്കാൻ പറ്റും. ഗോ അപ്പ് ആണെങ്കിലോ, ഉയരത്തിൽ നന്നായിട്ട് പോവുക, മുന്നോട്ട് പോവുക എന്ന് പറയില്ല, ഗോ അപ്പ്. ഹിസ് കരിയർ വെന്റ് അപ്പ് അല്ലെ, അല്ലെങ്കിൽ ഹി വെന്റ് അപ്പ്, അതൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ ആൻസർ എന്ത് വരും? ആസ് പെർ നിങ്ങളുടെ പ്രൊഫഷണൽ കീ ഗോ ഓൺ ആണ് കിടക്കുന്നത്. ഒരുപാട് കുട്ടികളും അത് തന്നെയാണ് എഴുതുന്നത്. പക്ഷെ അവിടെ വീണ്ടും ഗോ ഫോർ എന്ന വാക്കിന് തീർച്ചയായിട്ടും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റായികയില്ല. ടു ചൂസ് സംതിങ്, ടു ഡിസൈഡ് ഓൺ സംതിങ് എന്ന അർത്ഥത്തിൽ നമുക്ക് ദ ഡോക്ടേഴ്സ് ഹാവ് ഡിസൈഡഡ് ടു ഗോ ഫോർ സ്ട്രൈക്ക് എന്ന് പറയുന്നതാണ് കൂടുതൽ കറക്റ്റ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, അത് മനസ്സിലോർക്കുക. ഗോ ഓൺ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു കൺജങ്ഷൻ കുറവുണ്ട് അവിടെ, അല്ലെങ്കിൽ ലിങ്ക് കുറവുണ്ട്. അത് മാത്രമല്ല, ഗോ ഫോർ ചൂസ് ചെയ്യുക എന്ന അർത്ഥത്തിൽ ഗോ ഫോർ ആണ് അവിടെ കുറച്ചും കൂടി വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാൻ. വീണ്ടും ഗ്രാമർ തന്നെയാണ്. ചൂസ് ദി കറക്റ്റ് ആൻസർ. വെൻ വി ഹാഡ് എന്റേർഡ് ദ തിയേറ്റർ ദ ഷോ ഹാഡ് ഓൾറെഡി ബിഗൺ അല്ലെ. നമ്മുടെ ടെൻസിലെ സൈലന്റ് കില്ലറായ
പാസ്റ്റ് പെർഫെക്റ്റ് അല്ലെ, പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, നോക്കിക്കേ. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുമ്പോൾ റൂൾ എന്താണ്? രണ്ട് കാര്യങ്ങൾ, പാസ്റ്റ് ടെൻസിലുള്ള രണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിലും ആയിരിക്കണം. ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിലും ആയിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ നോക്കിക്കേ, when we had entered the theater the show had already begun. അപ്പോൾ എന്ത് വരും അവിടെ? when we entered the theater the show had already begun. when we entered the theater the show had already begun. when we entered the theater the show had already begin. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് താരം അല്ലേ? അപ്പം ഇത് തെറ്റാണ്, ബിഗിൻ അവിടെ വരില്ല എന്തായാലും, അതൊന്നും. ഇനി ആദ്യത്തെ തെറ്റ് കണ്ടുപിടിക്കാം, കുറച്ചുകൂടി എളുപ്പം അതാ. when we had entered the theater the show had already begun. രണ്ട് ഹാഡ് വന്നു, നമ്മൾ പറഞ്ഞു ഒരെണ്ണം സിമ്പിൾ പാസ്റ്റിലായിരിക്കണം, അതും തെറ്റ്. ഇനി when we entered the theater the show had already begun. അതായത് തിയേറ്ററിൽ കയറി, അതിന് മുൻപ് എന്ത് സംഭവിച്ചു? ഷോ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ആദ്യം നടന്നത് എന്താണ്? ഷോ തുടങ്ങുക എന്നുള്ളതാണ്. അവിടെ എന്ത് വരണം? പാസ്റ്റ് പെർഫെക്റ്റ് വരണം. അപ്പൊ the show had already begun. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. മറ്റേത് സിമ്പിൾ പാസ്റ്റും ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നോക്കാം, ഓപ്ഷൻ സിയിൽ നോക്കാം. when we enter the theater, കണ്ടോ എൻറ്റർ, അത് പ്രസന്റ് ടെൻസ് അല്ലേ? അപ്പൊ അതും തെറ്റാന്ന് തന്നെ നമുക്ക് പറയാം. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. സ്കിമ്മിങ് ഇൻ റീഡിംഗ് അല്ലെ, നമുക്ക് 4 മെത്തേഡ്സ് ഓഫ് റീഡിംഗ് ഉണ്ട്. സ്കിമ്മിങ്, സ്കാനിങ്, ഇന്റൻസീവ് റീഡിംഗ് ആൻഡ് എക്സ്റ്റെൻസീവ് റീഡിംഗ്. ഇതിനകത്ത് സ്കിമ്മിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? പെഡഗോജി പോർഷൻസും വീണ്ടും 3 മാർക്കിന് വന്നിട്ടുണ്ട്. നമ്മുടെ പാസേജ് 3 മാർക്കിന് വന്നിട്ടുണ്ട്. ഗ്രാമറും നോൺ ഗ്രാമറും കൂടി ഏകദേശം 4 മാർക്കിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം പെഡഗോജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ ടഫ് ലെവലിൽ ഒന്നും അല്ല ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കേറ്റഡ് പെഡഗോഗിയുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്കിമ്മിങ്, സ്കാനിങ്, അതുപോലെ എന്തായിരുന്നു നമ്മളുടെ ഇന്റൻസീവ് റീഡിംഗ്, എക്സ്റ്റെൻസീവ് റീഡിംഗ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആ ഒരു ആർട്ടിക്കിളിനെ കുറിച്ച് നിങ്ങൾ ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക, അതാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. സ്കാനിങ് എന്ന് പറയുന്നതോ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫാക്ടിനെ കുറിച്ച് അറിയാൻ വേണ്ടി മാത്രം നിങ്ങൾ ആ ഡോക്യുമെന്റ് വായിക്കുന്നതാണ് സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കിമ്മിങ്ങും സ്കാനിങ്ങും. അപ്പോൾ നമ്മളിവിടെ ചോദിക്കുന്നത് സ്കിമ്മിങ് ആണ്. റീഡിങ് ലോങ്ങർ ടെക്സ്റ്റ് ഫോർ വൺസ് പ്ലഷർ ആണോ? ഗോയിങ് ത്രൂ ദ ടെക്സ്റ്റ് ടു ഫൈൻഡ് എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ആണോ? ഡീറ്റെയിൽഡ് റീഡിംഗ് ആണോ? ഗോയിങ് ത്രൂ ദ ടെക്സ്റ്റ് ക്വിക്ലി ടു ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ ആൻസർ എന്താണ്? ടു ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ. സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന് വേണ്ടി മാത്രം നമ്മൾ അതിൽ കൂടെ കടന്നു പോകുന്നതാണ് സ്കാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കിമ്മിങ്ങും സ്കാനിങ്ങും. ഇനി അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് നോട്ട് റിലേറ്റഡ് ടു കൺസ്ട്രക്റ്റിവിസം. എന്താണ് കൺസ്ട്രക്റ്റിവിസമായിട്ട് ബന്ധമില്ലാതെ ഇവിടെ വന്നിരിക്കുന്ന പോയിന്റ്? എന്താണ്? ടീച്ചർ ഡൊമിനേറ്റഡ് ക്ലാസ് റൂം കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഭാഗമാണോ? കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ് ആണോ? എംഫസിസ് ദി പ്രോസസ്, ടീച്ചേഴ്സ് സെർവ് ആസ് ഫെസിലിറ്റേറ്റേഴ്സ്. ഇതിലേതാണ് കൺസ്ട്രക്റ്റിവിസമായിട്ട് ബന്ധമല്ലാത്തത് അല്ലെ? നോട്ട് റിലേറ്റഡ് ടു കൺസ്ട്രക്റ്റിവിസം. എന്താണ് ആൻസർ? എന്താണ് ആൻസർ? ഓഫ് കോഴ്സ് ടീച്ചർ ഡൊമിനേറ്റഡ് ക്ലാസ് റൂം അല്ല. ഇന്നത്തെ നമ്മുടെ കരിക്കുലം തന്നെ എന്താണ്? സ്റ്റുഡൻറ് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആണ് അല്ലെ? അപ്പോൾ ടീച്ചർ ഡൊമിനേറ്റഡ് ക്ലാസ് റൂം എന്ന് പറയുന്നത് നമ്മുടെ കൺസ്ട്രക്റ്റിവിസമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യമാണ്. സോ പെഡഗോജി പഠിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ പഠിക്കുക, കാരണം നമുക്ക് അവിടെ വളരെയധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സൈക്കോളജി പഠിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇപ്പോൾ നോക്കിക്കേ, കഴിഞ്ഞ എക്സാമിന് വന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ തരുന്നുണ്ട് അല്ലേ? പുതിയ സിലബസിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ എത്ര പരീക്ഷ നടന്നു? 4 പരീക്ഷ നടന്നു. ഈ 4 പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലേ? സയൻസ് ചോദിക്കുന്ന നിലവാരം അല്ലേ? കെമിസ്ട്രി ഒക്കെ +2 ലെവലിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും എന്താണ്, എവിടെ നിന്നാണ് ചോദിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ പഠനം മാറ്റുക. അല്ലാതെ നിങ്ങൾ കൺവെൻഷനൽ ആയിട്ട് PSCക്ക് പഠിക്കുന്നത് പോലെ GKക്ക് മാത്രം ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്, സോഷ്യൽ ഹിസ്റ്ററി, ജോഗ്രഫി ഇത് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങളുടെ ഉദ്ദേശം LP UP ആണ്, അതിലേക്ക് എത്താൻ പറ്റില്ല. സയൻസിന് തന്നെ പ്രാധാന്യം കൊടുക്കണം. സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കോർ സബ്ജക്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആണ്. ഏകദേശം 80 മാർക്കിനടുത്ത് നമുക്കിതെല്ലാം കൂടെ GK എന്ന് പറയുന്ന ഒരു ചെറിയൊരു പോർഷൻ 20 മാർക്കിലേക്കും കറണ്ട് അഫയേഴ്സ് അടക്കം ബാക്കി എല്ലാ പോർഷൻസും എത്ര മാർക്കിന് വരുന്നുണ്ട്? 80 മാർക്കിന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജിയും അത്രയും ഇഫക്റ്റീവ് ആയിരിക്കണം. അങ്ങനെ തന്നെ പഠിക്കണം. ഈ 4 ക്വസ്റ്റ്യൻ പേപ്പർ, സ്പെഷ്യൽ കാറ്റഗറിയിൽ നടന്ന 4 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾക്ക് നല്ല ഒരു കറക്റ്റാണ് പറയുന്നത് അല്ലേ? സിലബസ് അധിഷ്ഠിതമായിട്ടാണ് നടക്കാൻ പോകുന്ന എക്സാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്ന 4 പരീക്ഷകളാണ്. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ മെഗാ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അല്ലേ? ഈ വർഷം നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ വർഷം വരാൻ പോകുന്ന LP UP മെഗാ നോട്ടിഫിക്കേഷനിലേക്ക്. അപ്പോൾ എന്ത് ചെയ്യണം?
പഠിക്കണ്ടേ? തീർച്ചയായിട്ടും പഠിക്കണം. പഠനം എന്ന് പറയുന്നത് നന്നായിട്ട് തന്നെ പഠിക്കണം, സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ട് പഠിക്കണം. കാരണം എന്താണ്? ഇന്ന് പഠിച്ചാൽ ജോലി കിട്ടുന്ന ഒരു തസ്തിക ഇത് തന്നെയാണ്, അധ്യാപകർ തന്നെയാണ്. ഈ വരുന്ന ജൂണിലേക്ക് ഏകദേശം 6000-ലധികം വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന റാങ്ക് ലിസ്റ്റ് ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് ബുമ്മെന്ന് പറഞ്ഞ് തീരും അല്ലേ? അപ്പോൾ വീണ്ടും എക്സാം നടത്തും, നല്ല രീതിയിൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടും. നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് നമുക്ക് നമ്മുടെ ജോലി എന്ന സ്വപ്നത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. പക്ഷെ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം LP UP എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രൈം കോഴ്സ് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം 1500-ലധികം കുട്ടികൾ അഭിമാനത്തോടു കൂടി ഞങ്ങളുടെ കുട്ടികളുടെ ലിസ്റ്റിലുണ്ട്. സോ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ വേറെ ഒന്നും വേണ്ട, ഇങ്ങോട്ട് പോന്നോളൂ. നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒപ്പം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വിച്ച് വൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് വൈഗോട്സ്കി? വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടത് ഇതിൽ ഏതാണ്? UG തിയറി ആണോ, കൺവേർജൻസ് തിയറി ആണോ, ടബുല റസ ആണോ, സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി ആണോ? ഏതാണ്? എക്സാക്ട്ലി കൺവേർജൻസ് തിയറി തന്നെയാണ് അല്ലേ? കൺവേർജൻസ് തിയറിയുമാണ് വൈഗോട്സ്കിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത്. ഡാഷ് യുവർ ഇൻസ്ട്രക്ഷൻ വി ഹാവ് അറേഞ്ച്ഡ് എ മീറ്റിംഗ് അറ്റ് 5 PM. കൺജങ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് പലപ്പോഴും കുട്ടികൾ വിട്ടുകളയുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്നും കൃത്യമായിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഡാഷ് യുവർ ഇൻസ്ട്രക്ഷൻ വി ഹാവ് അറേഞ്ച്ഡ് എ മീറ്റിംഗ് അറ്റ് 5 PM. താങ്കളുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ 5 മണിക്ക് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻ ഫേവർ ഓഫ് ആണോ, ഇൻ കോഴ്സ് ഓഫ് ആണോ, ഇൻ ദ ഇവന്റ് ഓഫ് ആണോ, ഇൻ അക്കോർഡൻസ് വിത്ത് ആണോ? ആൻസർ കിട്ടിക്കാണോ എന്ന് വിചാരിക്കുന്നു. ഏതാണ് ആൻസർ? യെസ്, ഓപ്ഷൻ ഡി, ഇൻ അക്കോർഡൻസ് വിത്ത് യുവർ ഇൻസ്ട്രക്ഷൻ വി ഹാവ് അറേഞ്ച്ഡ് എ മീറ്റിംഗ് അറ്റ് 5 PM. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മളുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. നന്നായിട്ട് പഠിക്കുക മക്കളെ, പരീക്ഷ നന്നായിട്ട് എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഒപ്പം LP UP എന്ന സ്വപ്നം നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ, മെഗാ നോട്ടിഫിക്കേഷൻ 2023 നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഇത് പഠിച്ച് നേടിയെടുക്കണം. ആദ്യമായിട്ട് എഴുതുന്നവരാണോ, പിന്നെ ഒരുപാട് പ്രാവശ്യം എഴുതിയവരാണോ, ഇതൊന്നും ഇവിടെ ഇമ്മെറ്റീരിയൽ ആണ്. കാരണം സിലബസ് മാറി, നടക്കാൻ പോകുന്നത് പുതിയ പരീക്ഷയാണ് അല്ലേ? അപ്പോൾ പഠിക്കാം. കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ 8589083568 കോൺടാക്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു സോ മച്ച്.